ശബരിമലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തു. മാത്രമല്ല പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ചില വീഡിയോസ് ചെയ്തു. അപ്പോൾ ധാരാളം അമ്മമാർ നമ്മെ വിളിക്കുകയും അമ്മമാർ നമ്മളോട് ചില അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്തു. സാർ, ഈ പുരാണത്തെ സംബന്ധിച്ചും കഥകളെ സംബന്ധിച്ചും ഒക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ ശബരിമലയ്യപ്പൻ കല്യാണം കഴിച്ചോ, കല്യാണം കഴിച്ചപ്പോൾ എത്ര കല്യാണം കഴിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾ ഇറങ്ങും. ഇതിനെയൊക്കെ സംബന്ധിച്ച് സാറിന്റെ അറിവിൽപ്പെടുന്ന കാര്യങ്ങൾ സാർ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒരുപാട് പല വീഡിയോകൾ ചെയ്യുന്നത് ഒരു വീഡിയോ എങ്കിലും മിനിമം ഈ ശബരിമല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയ ഈ പുരാണങ്ങൾ, അതുപോലെ തന്നെ വേദങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തു. ഇവിടെ ഇന്നിപ്പോൾ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ശബരിമല അയ്യപ്പൻ കല്യാണം കഴിച്ചിരുന്നു, ശാസ്താവ് കല്യാണം കഴിച്ചിരുന്നു, അതുകൊണ്ട് സ്ത്രീകളെ കയറ്റാം എന്ന് സന്ദീപാനന്ദഗിരി സ്വാമി പറയുന്ന ഒരു വീഡിയോ, ഒന്നല്ല പല വീഡിയോകളും പല ചർച്ചകളിലും ചാനൽ ചർച്ചകളിൽ പറയുന്നതും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. അതിലൊരു വീഡിയോ എനിക്കൊരു അമ്മ അയച്ചു തന്നതിന് ശേഷമാണ് ഇതെന്നോട് ചെയ്യണം, ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് പറയണ്ടേ സാർ. ഞാൻ പറഞ്ഞു, ഈ സത്യാവസ്ഥ പറയാൻ കഴിയില്ല. കാരണം ചരിത്രത്തിൽ മിത്തുണ്ട്, ഐതിഹ്യമുണ്ട്, യാഥാർത്ഥ്യമുണ്ട്, നടന്നതുണ്ട്, നടക്കാത്തതുണ്ട്, കഥകളുണ്ട്, ഉപകഥകളുണ്ട്, അവതാര കഥകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മത സംവിധാനമാണ് ഹിന്ദുവിൻ്റെത്. അപ്പൊ അതുകൊണ്ട് ഇതിലേതാണ് ശരി, ഏതാണ് ശരി, തെറ്റെന്ന് നമ്മുടെ യുക്തിക്കനുസരിച്ച് ചിന്തിച്ചു പോകാം എന്നുള്ളതല്ലാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരിടത്ത് ഫിക്സ് ചെയ്യുക എന്നുള്ളത് പ്രയാസമാണ്. അന്വേഷിച്ച് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ കൈലാസം ഒരു വലിയ സങ്കല്പമാണ്. കൈലാസത്ത് നടന്ന ദേവാസുരന്മാരും ദേവന്മാരും അസുരന്മാരും കൈലാസത്തുണ്ട്. പക്ഷെ ഇത് മനുഷ്യന്റെ മനസ്സിലെ നന്മയും തിന്മയാണെന്നുള്ള ഒരു ആത്മീയ ചിന്തയും വേറെ കിടപ്പുണ്ട്. ഇതിൽ ദേവന്മാരുടെ അസുരന്മാരുടെ ഇടയിൽ ഈ ജരാനര ബാധിക്കുന്നതുമായി ബന്ധപ്പെടുത്തി അവർ ചെന്ന് മഹാവിഷ്ണുവിനെ കാണുകയും, അപ്പൊ എല്ലാത്തിന്റെയും വിഷ്ണുവിനെയും മഹാദേവനെയും ബ്രഹ്മാവിനെയൊക്കെയാണ് ഇവർ പോയി കാണുന്നത്. ഇവർ പോയി കാണുകയും അവിടെ നിന്ന് അവസാനം പറഞ്ഞു, പാലാഴി കടഞ്ഞ് ഇത് എന്താണ്, അമൃതം എടുത്തു കഴിഞ്ഞാൽ, അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ അമരത്വം ബാധിക്കാൻ പറ്റും, ഈ നര ബാധിച്ചതെല്ലാം പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പാലാഴി കടഞ്ഞു വരുമ്പോൾ പാലാഴി കടഞ്ഞു വരുന്ന അമൃത് വരും. ആ അമൃതിനെ അസുരന്മാരെന്നും കുഴപ്പക്കാരായിട്ടാണ്, ഒരു ദുഷ്ടചിന്തയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അസുരന്മാര് ഇത് അടിച്ചുകൊണ്ട് പോയി. അവസാനം ഇത് പ്രശ്നമായി. ദേവന്മാർ വീണ്ടും ഈ മഹാദേവന്റെ അടുത്തും വിഷ്ണുവിന്റെ അടുത്തും ഒക്കെ ചെന്ന് പറയുന്നു. അവരോട് പറയുമ്പോൾ അതിന് പരമശിവൻ മോഹിനി രൂപം എടുക്കുന്നു. മോഹനിന്റെ രൂപം എടുത്തു വന്ന് ഈ അടികൂടുന്ന, അതിനിടയിൽ അസുരന്മാർ തമ്മിലും അടികൂടുകയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, അമൃത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ആ അമൃതിന്റെ കുടം നിങ്ങൾ കണ്ണടച്ച് നിന്നാൽ ഞാൻ പങ്കുവെച്ചേരാന്ന് പറഞ്ഞ് മോഹിനി കൈക്കലാക്കുന്നു. എന്നിട്ട് മോഹിനി അത് ഇവർ കണ്ണടച്ച സമയം കൊണ്ട് കൊണ്ടുപോയി ദേവന്മാർക്ക് കൊടുക്കുന്നു. അങ്ങനെ വലിയ സർക്കമൊക്കെ നടന്നതിന് ശേഷം, ഇത് പരിഹരിച്ച് പോയതിനു ശേഷം മോഹിനി വിഷ്ണുവിന്റെ അടുത്ത് വരുന്നു. മോഹിനി രൂപത്തിൽ തന്നെ വരുന്നു. അപ്പൊ വിഷ്ണുവിന് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇതാണ് പഴയ കഥയായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വിഷ്ണുവും പരമശിവനും മഹാദേവനും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിൽ മോഹിനിയായി കാണുന്ന സുഹൃത്ത്, അതായത് ദൈവങ്ങളുടെ സുഹൃത്തല്ല, മോഹിനിയായി കാണുന്നത് മനസ്സിലാക്കിയിട്ട് അവർ തന്നെയുള്ള സമാഗമത്തിൽ ഉണ്ടാകുന്ന ഒരു പുത്രനാണ് ഹരിഹരപുത്രൻ. അപ്പൊ ആ ഹരിഹരപുത്രൻ 3 വിവാഹങ്ങൾ കഴിച്ചത്, ദിവ്യ വിവാഹങ്ങൾ കഴിച്ചതായിട്ടാണ് ചരിത്രമല്ല ഐതിഹ്യത്തിൽ പറയുന്നത്. ഒന്ന്, മോഹിനി രൂപം എടുത്ത മഹാവിഷ്ണുവും തമ്മിലുള്ള, പരമശിവനും മോഹിനി രൂപം എടുത്ത വിഷ്ണുവും തമ്മിലുള്ള ദിവ്യമായിട്ടുള്ള പ്രണയം, ഞാൻ പ്രണയം ഇത് പറഞ്ഞല്ലോ. അതിൽ നിന്നാണ് ധർമ്മശാസ്താവ് എന്ന് പറയുന്ന പുത്രൻ ജനിച്ചിട്ടുള്ളത്. ഈ ധർമ്മശാസ്താവിന് സകല വിദ്യകളും പഠിപ്പിച്ചു, കൈലാസത്തിൽ വെച്ച സകല വിദ്യകളും പഠിപ്പിച്ചു. അപ്പോൾ ബ്രഹ്മദേവന് മനസ്സിലായി, ഇത് ഭയങ്കര മിടുക്കനാണ് ധർമ്മശാസ്താവ്, ഇത്രയും കലകൾ പഠിച്ച ആളായതുകൊണ്ട് തന്റെ ഹൃദയത്തിൽ നിന്ന് മാനസപുത്രിയായ പ്രഭാദേവിയെ സൃഷ്ടിച്ചു. ഇതൊക്കെ സങ്കല്പങ്ങളാണ് കേട്ടോ, അല്ലാതെ ഈ പറഞ്ഞ പോലെ സന്ദീപാനന്ദഗിരി പറയും പോലെ നമ്മുടെ നെല്ലനാട്ടെയും ആര്യനാട്ടെയും അല്ലെങ്കിൽ കൊക്കോട്ടയിലെയും പ്രഭയല്ല കല്യാണം കഴിച്ചത്. ഇതെല്ലാം സങ്കല്പങ്ങളാണ്. അപ്പൊ അങ്ങനെ പ്രഭയെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം ധർമ്മശാസ്താവ് പ്രഭാദേവിയെ കല്യാണം കഴിച്ചു. എന്നാൽ പ്രഭാദേവി പറഞ്ഞു, ഞാൻ മാനുഷിക രൂപങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞ് 2 രൂപങ്ങൾ എടുത്തു. അങ്ങനെയാണ് പൂർണ്ണയും പുഷ്കലയും എന്നുള്ള മനുഷ്യജന്മങ്ങൾ എടുക്കുന്നത്. ആര്? പ്രഭാദേവി. അപ്പൊ പ്രഭാദേവി വിവാഹം കഴിച്ചു. അതാണ് ആദ്യത്തെ വിവാഹം എന്ന് പറഞ്ഞാണ് ഈ സ്വാമിയൊക്കെ പറഞ്ഞു നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? അത് കഴിഞ്ഞിട്ട് പൂർണ്ണയും പുഷ്കലയുടെ കഥ വരുന്നു. അവർ മനുഷ്യജന്മം എടുക്കുന്നു. അതിൽ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നത് പൂർണ്ണ വാമന അവതാരമായ ഉപേന്ദ്രന്റെ സഹോദരിയായിട്ടാണ് ഈ പൂർണ്ണ ജന്മമെടുക്കുന്നത്. ചിത്രപൗർണമി ദിനത്തിൽ ശാസ്താവിനെ വിവാഹം കഴിച്ചു. പാണ്ഡ്യദേശ ഗ്രന്ഥമനുസരിച്ച്, മറ്റൊരു ഗ്രന്ഥമാണ്, പാണ്ഡ്യദേശത്തുള്ള ഗ്രന്ഥമനുസരിച്ച് പൂർണ്ണ കാഞ്ചീപുരത്തിലെ ശിവമാല എന്ന ധർമ്മിഷ്ഠ രാജാവിന്റെ പുത്രിയായി ജനിച്ചു. ദിവ്യപുരുഷനായ ഒരാളിന് വേണ്ടി അവൾ കഠിന തപസ് നോക്കി ശാസ്താവ് കാഞ്ചീപുര ക്ഷേത്രത്തിൽ വെച്ച് ഈ പൂർണ്ണയെ വിവാഹം കഴിക്കുന്നു. ശാസ്ത്ര കല്യാണ ഗ്രന്ഥമനുസരിച്ച്, ഇനി അടുത്ത വേറൊരു കഥയുണ്ട്. ശാസ്ത്ര കല്യാണ ഗ്രന്ഥമനുസരിച്ച് പൂർണ്ണ കൊച്ചിയിലെ പിഞ്ചകവർണ്ണൻ രാജാവിന്റെ പുത്രിയായി ജനിച്ചു എന്നൊരു കഥയുണ്ട്. കാട്ടിൽ വെച്ച് രാജാവിനെ ഭൂതപ്രേത പിശാചികൾ
ആക്രമിച്ചപ്പോൾ ശാസ്താവിനോട് പ്രാർത്ഥിക്കുകയും ശാസ്താവ് ഭൂതങ്ങളെ ഓടിക്കുകയും രാജാവ് പുത്രിയായ പൂർണ്ണയെ ശാസ്താവിന് കൊടുക്കുകയും ചെയ്തു. ഇനി പുഷ്കലയെ സംബന്ധിക്കുന്ന കഥ. പുഷ്കല നേപ്പാളിനെ പലിഞ്ചവർമ്മൻ രാജാവിന്റെ പുത്രിയായിട്ടാണ് ജനിച്ചത്. അമരത്വത്തിന് വേണ്ടി മകളെ ബലി കഴിക്കാൻ രാജാവ് തീരുമാനിക്കുന്നു. അവൾ തപസ് ചെയ്യുന്നു, തപസ്സയല്ല പിന്നെ പ്രാർത്ഥിക്കുന്നു, മഹാദേവനോട് സംരക്ഷണം ആവശ്യപ്പെടുന്നു. മഹാദേവൻ ശാസ്താവിനെ അയക്കുന്നു. രാജാവിനോട് അമരത്വത്തിൽ നിന്ന് പിന്മാറാൻ പറയുന്നു. രാജാവ് അതുകൊണ്ട് തന്നെ പുത്രിയെ ആർക്ക് നൽകി? ശാസ്താവിന് നൽകി. ശാസ്താവിന് അതേസമയമാണ് പലിഞ്ചവർമ്മൻ അറിയുന്നത് ഇയാൾ രണ്ടാമത് ശാസ്താവ് നേരത്തെ ഒരു കല്യാണം പൂർണ്ണയെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ അദ്ദേഹം ശപിക്കുകയും ചെയ്തു. നീ മനുഷ്യനായി ജനിച്ച് നിത്യബ്രഹ്മചാരിയായി ഭൂമിയിൽ ജീവിക്കും എന്ന് പറഞ്ഞു. ആ മഹാവിഷ്ണു ദേവനും വിഷ്ണുവും പറഞ്ഞതനുസരിച്ച് ഇത് മനസ്സിലാക്കി വിഷ്ണുവും മഹാദേവനും കൂടെ പറഞ്ഞു, പരമേശ്വരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ മഹർഷിയുടെ ആരൂഢം ദുർബലമാകുമ്പോൾ നീ മഹർഷിയെ വധിച്ച് ധർമ്മം സ്ഥാപിക്കുക എന്നുള്ളതാണ് നിന്റെ ചുമതല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതൊരു കഥ പോകുന്നത്. പിന്നെ പാണ്ഡ്യദേശത്തുള്ള മധുരയിൽ വെച്ച് സൗരാഷ്ട്ര നെയ്ത്തുകാരോടൊപ്പം ആര്യങ്കാവിലെത്തിയ പുഷ്കല പ്രായപൂർത്തിയായതിനാൽ പുരോഹിതനെ ഏൽപ്പിച്ചിട്ട് പോകുന്നൊരു കഥയുണ്ട്. ഈ പോകുമ്പോൾ അവർ തിരിച്ചു വന്നപ്പോൾ ശാസ്താവിന് വിവാഹം കഴിച്ചതായിട്ടും പറയുന്നു. ആര്യങ്കാവിലെ ശാസ്താവിന് വിവാഹം കഴിച്ചതായിട്ട് പറയുന്നു. സൗരാഷ്ട്രക്കാർ ഇപ്പോഴും ആര്യങ്കാവിന് പ്രത്യേകം ഇത് നൽകി എന്ത് ചെയ്യുന്നുണ്ട്? പൂജയൊക്കെ നടത്തുന്നുണ്ട്. ഈ ദിവ്യ വിവാഹങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷം പൂർണ്ണയും പുഷ്കലയും അവരുടെ മൂലരൂപമായ പ്രൊഫയിൽ സംഗമിച്ചു. ഇതൊന്നും ആരും പറയില്ല, സ്വാമി ഒന്നും ആരും പറയില്ല. എന്നിട്ട് മകനായ സത്യകൻ ജനിച്ചു. ആ മഹാവിഷ്ണു അദ്ദേഹത്തെ വൈകുണ്ഠത്ത് സകല വേദങ്ങൾ ഉപദേശിച്ചു. ധർമ്മശാസ്താവ് പിന്നീട് പന്തളം രാജാവായ രാജശേഖരനും ഭാര്യയുടെയും ദത്തപുത്രനായി നൈഷ്ഠിക ബ്രഹ്മചാരിയായി മഹർഷിയെ വീണ്ടും ഈ മഹർഷി എന്ന് പറഞ്ഞൊരു സങ്കല്പമാണ് കേട്ടോ, ഒരു ദുഷ്ട കഥാപാത്രമാണ്. വധിച്ച് തന്റെ രൂപമൂലമായ ശബരിമലയിൽ വിലയിച്ചു എന്നാണ് കഥ. അപ്പോൾ ഇങ്ങനെ പറയുന്ന കുറെ കഥകളും ഉപകഥകളും ഐതിഹ്യങ്ങളും കിടക്കുമ്പോൾ ഇതിനെയെല്ലാം ഒരു മനുഷ്യന്റെ ജന്മങ്ങളുമായി ബന്ധപ്പെടുത്തി കല്യാണം കഴിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. ഇതിനിടയിലാണ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനിടയിലാണ് തിരുവാഭരണം ചാർത്തുന്ന പന്തളം രാജാവ്, ഈ രാജശേഖരൻ എന്ന് പറയുന്ന പന്തളം രാജാവ് എന്ന് പറയുന്ന രാജശേഖരനാണ് പേരെന്ന് കറക്റ്റ് അറിയില്ല, ഇത് വായിച്ചെടുത്തതാണ് ഞാൻ. ആ രാജാവിന് ഒരു ആഗ്രഹം വന്നു. അങ്ങനെ നീ പൂർണ്ണയും പുഷ്കലയും ഒരു പണ്ട് ശാസ്താവ് കല്യാണം കഴിച്ചത് കൊണ്ട് മണികണ്ഠനോട് കല്യാണം കഴിക്കാൻ പറയുമ്പോൾ കല്യാണം കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ വർഷത്തിൽ ഒരു ദിവസം കല്യാണം കഴിച്ചതുപോലെ അത് ശാസ്താവിന്റെ ഭാര്യമാരെ പൂർണ്ണയും പുഷ്കലയും വെച്ച് പൂജിക്കാനുള്ള അവസരം തരണമെന്ന് പറയുകയും അങ്ങനെ തിരുവാഭരണ ഘോഷയാത്ര കൊണ്ടുപോയി തിരുവാഭരണങ്ങളെല്ലാം ചാർത്തി പൂർണ്ണയും പുഷ്കലയുടെ 2 വിഗ്രഹം, ചെറിയ ഐഡൽ വിഗ്രഹങ്ങൾ അവിടെ വെച്ച് അതിലും പൂജ നടത്തി അന്ന് രാജാവിന് വന്ന് കാണാനുള്ള പന്തളം രാജാവിന് ഒരു ദിവസമേ പന്തളം രാജാവ് കയറാറുള്ളൂ. പന്തളം രാജാവിന് കാണാനുള്ള അയ്യപ്പനെ കാണാനുള്ള ഒരു പൂജാ ദിനമായി തിരുവാഭരണ ഘോഷയാത്രയെ മാറ്റുകയും സകല തിരുവാഭരണങ്ങളും പൂർണ്ണയും പുഷ്കലയും അണിഞ്ഞുകൊണ്ട് ഭാര്യാസമേതനായി ഇരിക്കുന്ന ശാസ്താവിനെ പൂജിക്കാനുള്ള അവസരം രാജാവിന് കൊടുക്കുന്നു. ഇതാണ് തിരുവാഭരണ ഘോഷയായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കഥ. അപ്പൊ ഈ കഥകളൊക്കെയാണ് വേറെ രൂപത്തിലൊക്കെ പറഞ്ഞ് പൂർണ്ണയും പുഷ്കലയും കല്യാണം കഴിച്ചല്ലോ, 2 പെണ്ണുങ്ങളുണ്ടല്ലോ, അതിൽ പ്രഫയെ കല്യാണം കഴിച്ചല്ലോ, അപ്പൊ 3 പെണ്ണുങ്ങളായില്ലേ, അതിൽ സത്യകൻ ഒരു മോനില്ലേ, അപ്പൊ ഒരു കുടുംബമായിട്ട് ഇവിടെ വെമ്പായത്തും വെള്ളനാടും അല്ലെങ്കിൽ മഞ്ചേശ്വരത്തൊക്കെ താമസിച്ചിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ അവർക്ക് ചെറുമക്കളൊക്കെ ഉണ്ടല്ലോ, അതായത് അയ്യപ്പന്റെ അടുത്ത് പെണ്ണുങ്ങളെ കയറ്റാം. ഇതൊന്നും അല്ല കഥ. അപ്പൊ ദയവായി ഐതിഹ്യവും പുരാണവും മിത്തും കഥകളുമൊക്കെ അല്ലെങ്കിൽ അതിന്റെ സങ്കല്പങ്ങളുമൊക്കെ മനസ്സിലാക്കുക. ഇത് മുഴുവൻ സങ്കല്പങ്ങളാണ് എന്നുള്ളൊരു കഥയിൽ നിന്ന് ഈ ദേവാസുര അല്ലെങ്കിൽ ദേവന്മാരുടെ അസുരന്മാരുടെ കഥയൊക്കെ പറയുന്ന രീതികളിൽ ഇത് പഠിക്കുക. ഞാൻ ഇത് വീണ്ടും കിട്ടുന്ന വിവരങ്ങൾ തരുന്നു. ഇതല്ല അവസാന വാക്ക്. ഇനിയും കഥകൾ ഉണ്ടാവാം, മിത്തുണ്ടാവാം, ഐതിഹ്യമുണ്ടാകാം. കിട്ടുന്നത് സമൂഹത്തിനോട് കൊടുക്കുന്നു. യുക്തി അനുസരിച്ച് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക.